ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് VLOOKUP വാല്യൂവിൻ്റെ ഫോർത്ത് ഡയമെൻഷനിൽ വരുന്ന അപ്രോക്സിമേറ്റ് മാച്ചിനെ കുറിച്ചിട്ടാണ്. അതായത് ഫോർത്ത് ഡയമെൻഷനിൽ നമുക്ക് സാധാരണ രണ്ട് റൂൾസ് ആണ് ചോദിക്കാറ്. ഒന്ന് അപ്രോക്സിമേറ്റ് മാച്ച് ആൻഡ് നെക്സ്റ്റ് എക്സാക്റ്റ് മാച്ച്. നമ്മളെപ്പോഴും സാധാരണ എക്സാക്റ്റ് മാച്ച് വെച്ചിട്ടാണ് ഈ VLOOKUP ഫോർമുല ചെയ്യാറുള്ളത്. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്രോക്സിമേറ്റ് മാച്ചിനെ കുറിച്ചിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം അതെങ്ങനെയാണെന്നുള്ളത്. ഒരു കമ്പനിയുടെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ കമ്മീഷൻ്റെ റൂൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് 0 മുതൽ 1000 വരെ സെയിൽ ചെയ്യുന്ന ആൾക്ക് 0 കമ്മീഷൻ, 1000 മുതൽ 2000 വരെ സെയിൽ ചെയ്യുന്ന ആൾക്ക് 10 റുപ്പീസ്. അങ്ങനെ ഓരോ റൂൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 10,000 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സെയിൽ ചെയ്യുന്ന ആൾക്ക് 100 റുപ്പീസ്. ഈ ഒരു രീതിയിലാണ് ഇവരുടെ റൂൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു റൂൾസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റാഫിൻ്റെ സെയിൽ ഡീറ്റെയിൽസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന കമ്മീഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഈ ഒരു ഫോർമുല നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, സാധാരണ ഇപ്പോൾ ഇങ്ങനൊരു റൂള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും എപ്പോഴും ഇതേ സെയിം എമൗണ്ട് ആയിരിക്കില്ല അവരുടെ സെയിൽ വാല്യൂ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ഈ VLOOKUPൽ വരുന്ന അപ്രോക്സിമേറ്റ് മാച്ചിൻ്റെ ഒരു യൂസേജ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഫോർമുലയിലൂടെ നോക്കാം. ഓക്കെ, ഇസ് ഈക്വൽ ടു VLOOKUP ലുക്കപ്പ് വാല്യൂ കോമ ടേബിൾ നമ്മൾ സെയിൽസ് മുതൽ സെലക്ട് ചെയ്തു, കോമ രണ്ടാമത്തെ കോളായ കമ്മീഷൻ്റെ അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, കോമ. ഇനി ഈ ഒരു ഫോർത്ത് ഡയമെൻഷനിലാണ് അപ്രോക്സിമേറ്റ് മാച്ച് ആൻഡ് ഫോൾസ്, അതായത് എക്സാക്റ്റ് മാച്ച്, ഇത് രണ്ടും വരുന്നത്. അപ്പോൾ നമ്മളിവിടെ അപ്രോക്സിമേറ്റ് മാച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സെലക്ട് ചെയ്താലും മതിയാവും. ഓക്കെ, അപ്പോൾ ഇവിടെ 0 വന്നു. അപ്പോൾ ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഫാസിൽ എന്നുള്ള എംപ്ലോയി സെയിൽ ചെയ്തത് 750 ആണ്. അപ്പോൾ 750 ഇവിടെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? 0 to 1000. എത്ര കമ്മീഷൻ? 0. കറക്റ്റ്. ഇനി അതേപോലെ നമുക്ക് താഴേക്ക് ഈ ഫോർമുല ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കാം. കറക്റ്റ് ആണോ വന്നിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ ഷെബിയിൽ 3600 സെയിൽ ചെയ്തിട്ടുള്ളത്. 3600 നമുക്ക് ഏത് കാറ്റഗറിയിൽ പെടുത്താം? 3000 മുതൽ 5000 വരെയുള്ള കാറ്റഗറിയിൽ. എത്രയാണ് കമ്മീഷൻ? 30 റുപ്പീസ് ആണല്ലേ. നെക്സ്റ്റ് 2500, അത് ഏത് കാറ്റഗറിയിൽ പെടും? 2000 മുതൽ 3000 വരെ. എത്രയാണ് കമ്മീഷൻ? 20 റുപ്പീസ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് 10,000 അല്ലെങ്കിൽ അതിന് എബോവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ്? 100 റുപ്പീസാണ് കമ്മീഷൻ. അങ്ങനെ ഈ ഒരു ഇതിൽ 10,000 എബോവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ 10,000 ചെയ്തിട്ടുള്ള 2 പേരാണ് അവരുടെ കമ്മീഷൻ ആണല്ലേ 100 റുപ്പീസ്. അങ്ങനെ ഈ കമ്പനീൻ്റെ ഈ കമ്മീഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കണ്ടെത്താം. അതായത് അപ്രോക്സിമേറ്റ് മാച്ച്, എക്സാക്റ്റ് മാച്ച് അല്ലാതെ വരുന്ന വാല്യൂസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫോർമുല വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.